ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റോറി വേൾഡ്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ശ്രീധന്യ എന്ന് പറയുന്ന കുട്ടി എനിക്ക് അവളുടെ ഒരു ലൈഫിൽ നടന്ന എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൽ ത്രൂ. സോ ആ സ്റ്റോറിയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, കുഞ്ഞുങ്ങൾക്ക് മരിച്ചവരെയും ദൈവങ്ങളെയും കാണാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അവരത്ര നിഷ്കളങ്കരായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ആണ് ശ്രീധന്യക്ക് നടന്നിരുന്നത്. അപ്പോൾ ശ്രീധന്യയുടെ കുട്ടിക്ക് 2 വയസ്സുള്ള സമയത്താണ് അവളുടെ അച്ഛൻ മരിക്കുന്നത്. ശ്രീധന്യയുടെ കുട്ടി അച്ഛനുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അതുമാത്രമല്ല, ഈ കുഞ്ഞിനൊരു ഹാബിറ്റ് ഉണ്ട്, രാത്രി കാലങ്ങളിൽ എണീറ്റ് കരയുക എന്നുള്ളതാണ് സ്ഥിരം ഇത്. പക്ഷെ ഇവളുടെ വീട്ടിൽ വരുന്ന സമയത്ത് ഇവളുടെ അച്ഛൻ എടുക്കുകയാണെങ്കിൽ കരയത്തില്ല. അവളുടെ അച്ഛനുമായിട്ട് കളിച്ച് ഇരുന്നോളും, കരയില്ല, ഉറങ്ങില്ല, ബട്ട് കളിച്ചിട്ട് അവൾ അച്ഛനുമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഇവളുടെ അച്ഛൻ മരിച്ച് ഈ ഫിനറലൊക്കെ നടക്കുന്ന സമയത്ത് ഇവർക്ക് 16th ഡേ റിച്വൽ ഉണ്ടായിരുന്നു. ആ റിച്വലിൻ്റെ അന്ന് നൈറ്റ് ഈ കുട്ടി ഇതുപോലെ ഉറക്കത്തിൽ എണീക്കുകയാണ്. എണീറ്റിട്ട് കരയുന്നതില്ല, നേരെ ഓടി ഇവളുടെ അച്ഛൻ്റെ റൂമിലോട്ട് പോവാണ്. പോയിട്ട് അവിടെ പോയി ഇവളുടെ അച്ഛൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കളിച്ചിട്ടിരിക്കുകയാണ്. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അച്ഛൻ്റെ വിളിക്കുന്നത് പോലെ അപ്പ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് എന്താണെന്ന് അറിയില്ല. ഇവർക്ക് അത് കണ്ടപ്പോൾ ഒരു അതിശയമായിരുന്നു. കാരണം അങ്ങനെ ഇരിക്കാറില്ല. ആ 16 ഡേ വരെ എന്നും കരയൊക്കെ ആയിരുന്നു. കാരണം ഉറങ്ങത്തേ ഇല്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ അവർക്കത് സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ ഇവള് വിചാരിച്ചിരുന്നത് ബേബി ഇവളുടെ അച്ഛൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് ഇവൾക്ക് സംശയം തോന്നി. ഇവൾ അതിനെയൊക്കെ എടുത്ത് മാറ്റി വെക്കായിരുന്നു പിറ്റേ ദിവസം. പക്ഷെ പിറ്റേ ദിവസം മാറ്റി വെച്ചിട്ടും ആ കുട്ടി അവിടെ കംഫർട്ടബിൾ ആണ്. ആരെടുത്തോ സംസാരിക്കുന്നത് പോലെയും ആരോ കൂടെയോ കളിക്കുന്നത് പോലെയും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ ഇവളുടെ അമ്മൂമ്മ പറയുന്നുണ്ടായിരുന്നു, മേ ബി അവൻ്റെ പ്രസൻസ് ആ മോക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. എന്നാലും അവൾക്ക് ആ വിശ്വാസം പോരായിരുന്നു. അപ്പോൾ സ്റ്റിൽ 41 ഡേയ്സ് വരെ ഇവർക്ക് ആ റിച്വൽസ് ഒക്കെ ഫോളോ ചെയ്യണമായിരുന്നു. അങ്ങനെ 41ൻ്റെ ചടങ്ങുകൾ കഴിയുന്നതിൻ്റെ അന്ന് രാത്രിയിൽ ഈ കുഞ്ഞ് എണീക്കുകയാണ്. എണീറ്റിട്ട് അവളുടെ അച്ഛൻ്റെ റൂമിൽ പോയി ആരെയോ തിരയുന്നത് പോലെ കാണിക്കുകയാണ്. കരയുന്നത് നിർത്തുന്നില്ല, വീണ്ടും കരയാൻ തുടങ്ങി. ഇവരൊക്കെ സമാധാനപ്പെടുത്തിയിട്ടും കരയുന്നില്ല. അവളുടെ അച്ഛൻ്റെ പേര് തന്നെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് അവർക്ക് പ്രൂഫായത് തന്നെ അവളുടെ അച്ഛൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞ് അത്രയും കംഫർട്ടബിൾ ആയിരുന്നതെന്നൊക്കെ. കാരണം അതിനുശേഷവും കുഞ്ഞ് അതുപോലെ, അതായത് ആ 41 ദിവസത്തിന് മുൻപ് ഉള്ള ആ ഒരു കംഫർട്ട് ആ കുഞ്ഞിന് ആ വീട്ടിൽ പിന്നെ കിട്ടിയിട്ടേ ഇല്ല. പിന്നെ എന്നും ഇതുപോലെ കരയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ കുഞ്ഞിന് 7 or 8 വയസ്സായി. ഇപ്പോൾ പോലും ആ കുഞ്ഞിന് അതിൻ്റെ അപ്പൂപ്പനെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ മിസ്റ്ററി ആയിട്ടുള്ള